നമസ്കാരം. നമ്മൾ MOPയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കുറച്ചുകൂടി ചെയ്യാണ്. MOP ക്ലാസ്സുകൾ കാണുന്നവർ, എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ദയവായിട്ട് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനൽ. അത് മാത്രമാണ് നമുക്കുള്ള ഒരു ഇത്. പിന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക്, പരീക്ഷ എഴുതുന്ന മറ്റ് ജീവനക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണം. ക്ലാസ്സുകൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ തീരുമ്പോഴേക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ക്ലാസ്സുകളാണ് ഞാൻ ഇടുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടാണ് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ അടക്കം ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ ക്ലാസ്സുകൾ നിർബന്ധമായിട്ട് കേട്ട് നോക്കണം. ഞാനിപ്പോൾ കേട്ടെടുത്തോളം ഒരുപക്ഷെ യൂട്യൂബിൽ ഇന്ന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും നല്ല ക്ലാസ്സുകൾ ഒരുപക്ഷെ എൻ്റെതാണ് എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ചിലപ്പോൾ ആത്മവിശ്വാസമായിരിക്കാം, എങ്കിലും എല്ലാവരും ഒന്ന് കേട്ട് നോക്കണം. കേട്ട് പഠിക്കാൻ പറ്റിയ രീതിയിൽ നമ്മളിത് ചെയ്തിരിക്കുകയാണ്. എല്ലാം മലയാളത്തിൽ വിശദീകരിച്ച് പറഞ്ഞിട്ട് ചെയ്യാണ്. ഓക്കെ, ഞാൻ നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം: ഓഫീസിൽ നിന്ന് നൽകിയ ഒരു റഫറൻസിന് മറുപടിയായി ഓഫീസിൽ നിലവിലുള്ള ഒരു ഫയലുമായി ചേർത്ത് വെക്കേണ്ടതിനെ എന്താണ് വിളിക്കുന്നത്? ഓഫീസിൽ നിന്ന് നൽകിയ ഒരു റഫറൻസിന് മറുപടിയായിട്ട് വന്നു. അപ്പോൾ അത് ഓഫീസിൽ നിലവിലുള്ള ഒരു ഫയലുമായി ചേർത്ത് വെക്കേണ്ട റഫറൻസ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്ന ചോദ്യം. അത് നമ്മൾ ഓൾഡ് കേസ് എന്നാണ് വിളിക്കുന്നത്, പഴയ കേസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകം ഓഫീസിൽ ഫയലിലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ഒരു ഓൾഡ് കേസായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം: തപാല് പൊട്ടിച്ച് ഓഫീസിൽ പതിക്കുന്നത് ആരുടെ സാന്നിധ്യത്തിലാണ്? തപാല് പൊളിച്ച് അതിൻ്റെ ഓഫീസിൽ പതിപ്പിക്കുന്നത് ആരുടെ സാന്നിധ്യത്തിലാണ്? അത് ഓഫീസിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ഓഫീസ് ഹെഡ് ചുമതലപ്പെടുത്തിയ മറ്റൊരു ഓഫീസർ. അപ്പോൾ സാധാരണഗതിയിൽ ലഭിക്കുന്ന തപാലുകളുടെ സുരക്ഷയ്ക്കും കൃത്യതയ്ക്കും വേണ്ടി ഓഫീസ് മേധാവിയുടെ അദ്ദേഹം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ വേണം തപാല് തുറക്കാൻ. അങ്ങനെയാണ് അതിൻ്റെ നിയമപരമായ ഒരു വശം പറയുന്നത്. അടുത്ത ചോദ്യം: ഓഫീസിൽ ലഭിക്കുന്ന ഹർജികളിലെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് റദ്ദാക്കാൻ പ്രധാനമായും ഉത്തരവാദി ആരാണ്? ഇപ്പോൾ ഓഫീസിൽ ലഭിക്കുന്ന പരാതികളോ ഹർജികളോ ഒക്കെ അതിൻ്റെ മുകളിൽ ചിലതിലൊക്കെ 5 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ചത് നമ്മളത് ആ കോർട്ട് ഫീസ് സ്റ്റാമ്പ് റദ്ദാക്കണം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ സ്റ്റാമ്പിന്റെ മേലെ ക്രോസ് ആയിട്ട് 2 വര വരച്ചാൽ മതി, ക്യാൻസലായി. അപ്പോൾ അത് വീണ്ടും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ക്യാൻസൽ ചെയ്യുന്നത്. അതിൻ്റെ ഉത്തരവാദി ആരാണ്? അത് ആരാണ് ചെയ്യേണ്ടത്? അത് തപാൽ ക്ലർക്കാണ് ചെയ്യേണ്ടത്. തപാൽ ക്ലർക്ക് തന്നെയാണ് അത് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം: പേഴ്സണൽ രജിസ്റ്ററിൽ കറന്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഏത് കോളത്തിലാണ് രേഖപ്പെടുത്തുന്നത്? പേഴ്സണൽ രജിസ്റ്ററിൽ PR ഒരു ക്ലർക്കിന്റെ PR കറന്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഏത് കോളത്തിലാണ് രേഖപ്പെടുത്തുന്നത്? അത് 4-ാം കോളത്തിലാണ്. PR-ന്റെ 4-ാം കോളത്തിലാണ് കറന്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത്. കറന്റുകൾ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? വിഷയമാണ് ഉദ്ദേശിക്കുന്നത്. കറന്റിന്റെ ഹെഡിങ്, അല്ലെങ്കിൽ അതിന്റെ ഒരു തലക്കെട്ട്, അല്ലെങ്കിൽ വിഷയം രേഖപ്പെടുത്തുന്നത് 4-ാമത്തെ കോളത്തിലാണ്. ആ കറന്റിന്റെ പേഴ്സണൽ ലിസ്റ്റിലെ 4-ാം കോളത്തിൽ എന്ത് രേഖപ്പെടുത്തും? ബന്ധപ്പെട്ട ഫയലിന്റെ ശീർഷകം, അല്ലെങ്കിൽ ഹെഡിങ്, അല്ലെങ്കിൽ വിഷയം രേഖപ്പെടുത്തുന്നത് 4-ാം കോളത്തിലാണ്. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതൊക്കെ ചേർന്നതാണ് ഒരു കേസ്? ഒരു കേസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? നമ്മൾ നിരവധി തവണ പറഞ്ഞ കറണ്ട് ഫയൽ ഉണ്ടാവും, നോട്ട് ഫയൽ ഉണ്ടാവും, റഫറൻസിനായി വെച്ച മുൻപത്തെ പേപ്പറുകൾ ഉണ്ടാവും, റഫറൻസിന് വേണ്ടി എടുത്തിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം ചേർന്നതാണ് ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കേസ് രൂപപ്പെടാൻ ഒരു പൂർണ്ണമായ ഓഫീസ് ഫയല്, ഇതാണ് ഒരു കേസ്, ഒരു പൂർണ്ണമായ ഓഫീസ് ഫയൽ അല്ലെങ്കിൽ ഒരു കേസ് രൂപപ്പെടാൻ ഈ പറഞ്ഞ 4 ഐറ്റങ്ങളും ആവശ്യമാണ്. കറണ്ട് ഫയൽ വേണം, നോട്ട് ഫയൽ വേണം, റഫറൻസിനായിട്ട് വെച്ചിട്ടുള്ള മുമ്പത്തെ പേപ്പറുകൾ വേണം, റഫറൻസിനായിട്ട് എടുത്തു വെച്ച പുസ്തകങ്ങൾ വേണം. ഇതെല്ലാം ചേരുമ്പോഴാണ് അതിനൊരു നമ്മൾ ഒരു പൂർണ്ണമായ ഓഫീസ് ഫയൽ എന്ന് പറയുന്നു. അടുത്ത ചോദ്യം: പേഴ്സണൽ രജിസ്റ്ററിൽ തപാലുകൾ ഏത് ക്രമത്തിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്? പേഴ്സണൽ രജിസ്റ്ററുകളിലെ തപാലുകൾ ഏത് ക്രമത്തിലാണ് രജിസ്റ്റർ ചെയ്യുന്ന ചോദ്യം.
അത് തപാലുകളിൽ സീല് വെച്ചതിന് ശേഷം നമ്പർ പതിപ്പിക്കും. ആ നമ്പറിന്റെ തപാലുകളിൽ പതിപ്പിച്ചിരിക്കുന്ന നമ്പറുകളുടെ ക്രമത്തിലാണ്. ഇൻ ദ ഓർഡർ ഓഫ് ദി നമ്പേഴ്സ് സ്റ്റാമ്പഡ് ഓൺ ദ തപാൽസ്. തപാലുകളിൽ പതിപ്പിച്ചിരിക്കുന്ന നമ്പറുകളുടെ ക്രമത്തിലാണ് ഇത് PR ചേർക്കുന്നത്. അപ്പൊ അതിന് തപാല് വന്ന തീയതിയേക്കാൾ പ്രാധാന്യം എന്തിനാ ഉള്ളത്? തപാലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്പറുകൾക്കാണ് ആ പ്രാധാന്യം. ആര്? തപാൽ ക്ലർക്ക് നമ്പർ ഇടുമല്ലോ. ആ നമ്പർ ഇട്ട് ആ നമ്പർ ക്രമത്തിലാണ് ഓരോ ക്ലർക്കും PR ചേർക്കുന്നത്. അടുത്ത ചോദ്യം, ഓഫീസിലെ കത്തുകൾ കഴിയുന്നത്ര എങ്ങനെയായിരിക്കണം? കണ്ടൻസ്ഡ് ഫോമിലായിരിക്കണം. അത് ആൻസർ. കേൾക്കണേ, ഓഫീസിലെ കത്തുകള് കറസ്പോണ്ടൻസ് കഴിയുന്നത്ര എങ്ങനെയായിരിക്കണമെന്നാ. കണ്ടൻസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ സംക്ഷിപ്തമായിരിക്കണം. അതായത് അനാവശ്യ വിവരങ്ങളൊക്കെ ഒഴിവാക്കി കാര്യം വ്യക്തമാകുന്ന രീതിയിൽ ചുരുക്കി എഴുതുന്നതാണ് ഈ ഔദ്യോഗിക ഭാഷയുടെ ഒരു രീതി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഗവൺമെന്റിലേക്ക് നേരിട്ട് കത്തയക്കാൻ അധികാരപ്പെട്ട അധികാരികൾ ആരാണ്? ആർക്കാണ് ഗവൺമെന്റിലേക്ക് നേരിട്ട് കത്തയക്കാൻ പറ്റുക? അത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സാ. വകുപ്പ് മേധാവികൾക്കാണ് അത്തരത്തിൽ ചെയ്യാൻ വേണ്ടി കഴിയുക. അപ്പോൾ വകുപ്പ് മേധാവികൾക്ക് ഒരു ഔദ്യോഗിക ചട്ടങ്ങൾ പ്രകാരം സർക്കാരുമായിട്ട് നേരിട്ട് ആശയവിനിമയം നടത്താനുള്ള അധികാരമുണ്ട്. അടുത്ത ചോദ്യം, സൂപ്രണ്ടുമാർ എല്ലാ കരണ്ടുകളും പേഴ്സണൽ രജിസ്റ്ററിൽ എപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ക്ലർക്കുമാരാണ് പേഴ്സണൽ രജിസ്റ്ററിൽ കരണ്ടുകൾ രജിസ്റ്റർ ചെയ്യുക. പക്ഷേ അത് സൂപ്രണ്ട് വഴിക്കാണ് ക്ലർക്കിലേക്ക് ഈ ഫയലുകൾ കറണ്ടുകളൊക്കെ വരുന്നത്. അപ്പൊ സൂപ്രണ്ട് ഈ ക്ലർക്ക് എപ്പോൾ അത് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സൂപ്രണ്ടിനാണ്. അപ്പോൾ എപ്പോഴാണ് ഉറപ്പുവരുത്തേണ്ടതെന്ന് ചോദിച്ചാൽ ഓൺ ദ ഡേ, അന്ന് തന്നെ ഈ ഫയല് ഈ സാധനം കറൻസ് കിട്ടിക്കഴിഞ്ഞ അന്ന് തന്നെ സെക്ഷൻ ക്ലർക്ക് അദ്ദേഹത്തിന്റെ PR ഇത് രേഖപ്പെടുത്തണം. അത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സൂപ്രണ്ടുണ്ട്. അടുത്ത ചോദ്യം, പുതിയ പേഴ്സണൽ രജിസ്റ്റർ എപ്പോഴാണ് തുറക്കുന്നത്? ഓരോ കലണ്ടർ വർഷത്തിലുമാണ്. ഫിനാൻഷ്യൽ ഇയർ അല്ല, കലണ്ടർ വർഷം. കലണ്ടർ വർഷം എന്ന് പറഞ്ഞാൽ ജനുവരി ടു ഡിസംബർ. പുതിയത് ജനുവരി തുടങ്ങും. അപ്പോൾ ഓരോ കലണ്ടർ വർഷത്തിനുമാണ് ഓരോ എന്ത് പറയുന്നത് PR പേഴ്സണൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി ക്ലർക്കുമാര് നോട്ട്സുകളിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടത് ഏതു തരം കേസുകളിലാണ്? ക്ലർക്കുമാര് അവർ നോട്ട് എഴുതുന്ന സമയത്ത് അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ അത് വെൻ കേസസ് ആർ സ്പെസിഫിക്കലി ഫൗണ്ടഡ് ഓൺ സ്റ്റാറ്റ്യൂട്ട്, അതായത് നിയമപരമായ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വ്യക്തത വരുത്താൻ ക്ലർക്കുമാര് നോട്ട്സുകളിലെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ കേസുകൾ നിയമപരമായി ഫൗണ്ടഡ് ഓൺ സ്റ്റാറ്റ്യൂട്ട് ആവുമ്പോഴാണ് ഇത് പറഞ്ഞത്. നിയമപരമായ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വ്യക്തത വരുത്താൻ ക്ലർക്കുമാര് നോട്ട്സുകളിലെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അടുത്ത ചോദ്യം, ഒരു സൂപ്രണ്ടിന് കീഴിൽ ഒന്നോ അതിലധികമോ ക്ലർക്കുമാരുള്ള ഓഫീസിന്റെ ചെറിയ വിഭാഗത്തെ എന്ത് വിളിക്കുന്നു? ആരും പറയുന്ന ഒരു ഉത്തരമാണ്. എന്താണ്? സെക്ഷൻ എന്നാണ് അതിന് പറയുന്നത്. അതിനൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അത് ഓഫീസിന്റെ പിന്നെ ശരിക്കും ഓഫീസിന്റെ പ്രവർത്തനക്ഷമതയ്ക്കായിട്ട് വിവിധ സെക്ഷനുകളാക്കി തിരിക്കും. ആ ഓരോ സെക്ഷനും ഓരോ സൂപ്രണ്ടിന്റെ മേൽനോട്ടത്തിലായിരിക്കും. അത് ചിലപ്പോൾ ജൂനിയർ സൂപ്രണ്ട് ആവാം, ചിലപ്പോൾ സീനിയർ സൂപ്രണ്ട് ആവാം. അടുത്ത ചോദ്യം, ഒരു പേപ്പർ രജിസ്റ്റർ ചെയ്തു എന്ന് എപ്പോൾ പറയാം? ഒരു പേപ്പർ രജിസ്റ്റർ ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന എപ്പോഴാണ്? അതായത് when it is given a current number, when it is entered in the personal list. രണ്ട് കാര്യങ്ങൾ ശരിയാവണം. അപ്പോൾ ഒരു പേപ്പർ രജിസ്റ്റർ ചെയ്തു എന്ന് എപ്പോൾ പറയാം? ഒന്ന്, അതിന് ഒരു കറണ്ട് നമ്പർ കിട്ടിയിരിക്കണം. രണ്ട്, ആ ഫയല് ആ കറണ്ട് പേഴ്സണൽ രജിസ്റ്റർ ചേർത്തിരിക്കണം. അപ്പോൾ മാത്രമേ അതൊന്ന് പേപ്പർ രജിസ്റ്റർ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു പേപ്പറിന് കറണ്ട് നമ്പർ ലഭിക്കുകയും അത് പേഴ്സണൽ രജിസ്റ്ററിൽ എൻട്രി ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തതായി കണക്കാക്കാവുന്നത്.
അപ്പോൾ ഒരാൾ ഒരു ക്ലർക്ക് എടുത്തിട്ട് നമ്പർ ഇടാത്ത ഒരു പേപ്പർ എടുത്തിട്ട് രജിസ്റ്ററിൽ ചേർത്താൽ അതിന് രജിസ്ട്രി എന്ന് പറയാൻ പറ്റില്ല. ആദ്യം തപാൽ ക്ലർക്ക് അതിന് നമ്പർ ഇടണം. അതിനുശേഷം സെക്ഷൻ ക്ലർക്ക് അല്ല എന്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ PR ആ നമ്പർ പ്രകാരം അത് രജിസ്റ്റർ ചെയ്യണം. അപ്പം മാത്രമാണ് അത് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തതായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്ത ചോദ്യം, തപാൽ ക്ലർക്കിന് ലഭിക്കുന്ന രജിസ്റ്റേർഡ് കത്തുകൾക്കൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്ന അക്നോളജ്മെന്റ് കാർഡുകളിൽ ആരാണ് ഒപ്പിടേണ്ടത്? അങ്ങനെയുണ്ടല്ലോ, നമ്മൾ രജിസ്റ്റേർഡ് അയക്കുന്ന സമയത്ത് അതിന്റെ കൂട്ടത്തിൽ ഒരു AD കാർഡ് കൂടെ വെക്കും, അക്നോളജ്മെന്റ് കാർഡ് കൂടെ വെക്കും. അത് ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ തപാൽ ക്ലർക്കിന്റെ അടുത്താണ് ഇതൊക്കെ കിട്ടുക. അപ്പോൾ അതിൽ ഈ അക്നോളജ്മെന്റ് കാർഡിൽ ഒപ്പിട്ടിട്ട് ആ കാർഡ് നമുക്ക് തിരിച്ചു വരും, ശരിക്കും അയക്കുന്നയാൾക്ക് തിരിച്ചു കിട്ടേണ്ടതാണ്. അപ്പോൾ അവിടെ അത് റെസീറ്റ് ചെയ്തതിന് ശേഷം ഈ തപാൽ ഈ അക്നോളജ്മെന്റ് കാർഡിൽ ആരാണ് ഒപ്പിടേണ്ടതെന്നാണ്. അത് തപാൽ ക്ലർക്കാണ് ഒപ്പിടേണ്ടത്. ആൻസർ തപാൽ ക്ലർക്ക് എന്നാണ്. അപ്പോൾ കത്തുകൾ സ്വീകരിക്കുന്ന വ്യക്തി തപാൽ ക്ലർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തപാലുകൾ സ്വീകരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ തപാൽ ക്ലർക്കാണ് അക്നോളജ്മെന്റ് കാർഡുകളിൽ ഒപ്പിടേണ്ടത്. അടുത്ത ചോദ്യം, പേഴ്സണൽ രജിസ്റ്ററിലെ ഒരു പേജിൽ സാധാരണയായി എത്ര കറന്റ് എൻട്രികൾ ഉണ്ടായിരിക്കും? 3. പറഞ്ഞതാണ്. പേഴ്സണൽ രജിസ്റ്റർ PR എത്ര എൻട്രികൾ വരുത്താനുള്ള സ്പേസ് ഉണ്ടാവുക എന്നാ ചോദിച്ചത്. 3 എൻട്രി വരുത്താനാണ്. അപ്പോൾ സാധാരണഗതിയിൽ PR പേജുകൾ ക്രമീകരിച്ചിരിക്കുന്നത് സാധാരണയായി ഒരു പേജിൽ 3 കറന്റുകൾ രേഖപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലാണ് PR ക്രമീകരിച്ചിരിക്കുന്നത്, രജിസ്റ്ററിലെ പേജുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, കറന്റുകളിൽ തന്നെ എന്ത് തരം നോട്ട്സുകളാണ് എഴുതാൻ സാധിക്കുക? ഇപ്പൊ കറണ്ട് ഫയലിൽ തന്നെ നോട്ട്സ് എഴുതാം. അത് ഏത് തരം നോട്ട്സുകളാണ് എഴുതാൻ പറ്റും? വളരെ ലളിതമായിട്ടുള്ളത്, കുറഞ്ഞ കാര്യങ്ങൾ 3-4-5 വരിയിലൊക്കെ തീർക്കാനുള്ളതാണെങ്കിൽ എന്തിൽ ചെയ്താൽ മതി? കറന്റുകളിൽ തന്നെ നോട്ട്സ് എഴുതിയാൽ മതി. അപ്പോൾ വളരെ ലളിതമായവ എന്നാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ കറന്റുകളിൽ വലിയ വിവരങ്ങളുള്ളത് എഴുതാൻ സാധിക്കാത്തതുകൊണ്ട് വളരെ ലളിതമായ നോട്ട്സുകൾ മാത്രമേ അതിൽ എഴുതാൻ പറ്റുകയുള്ളൂ. അടുത്ത ചോദ്യം, എറൈസിംഗ് കറന്റിനായി എറൈസിംഗ് എന്ന വാക്ക് പേഴ്സണൽ രജിസ്റ്ററിലെ ഏത് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്? അപ്പോൾ പേഴ്സണൽ രജിസ്റ്ററിലെ എറൈസിംഗ് എന്ന വാക്ക്, അപ്പോൾ പേഴ്സണൽ രജിസ്റ്ററിലെ പിന്നെ 4-ാം കോളത്തിലാണ് അത് രേഖപ്പെടുത്തേണ്ടത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ. ഈ റൈസിംഗ് പേഴ്സണൽ രജിസ്റ്ററിലെ ഫോർമാറ്റ് അനുസരിച്ച് ഈ കറന്റിന്റെ സ്വഭാവം അല്ലെങ്കിൽ അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് കാണിക്കുന്ന കോളം 4 എറൈസിംഗ് എന്ന് രേഖപ്പെടുന്നത്. എറൈസിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതേ ഓഫീസിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചിരിക്കുന്ന ഒരു ഫയൽ എന്നാണ് അർത്ഥം. മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എറൈസിംഗ് എന്ന് പറയുന്ന വാക്ക് PR 4-ാമത്തെ കോളത്തിലാണ് രേഖപ്പെടുത്തുക. അത് പേഴ്സണൽ രജിസ്റ്ററിലെ ഫോർമാറ്റ് അനുസരിച്ച് ഈ കറന്റിന്റെ സ്വഭാവം അല്ലെങ്കിൽ അത് എവിടെ നിന്ന് വരുന്നു എന്നത് കാണിക്കുന്ന കോളമാണ് കോളം നമ്പർ 4. അപ്പൊ എറൈസിംഗ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വന്നു? ഇപ്പോൾ നമ്മളുടെ ഓഫീസിലെ തന്നെ ഒരു ജീവനക്കാരൻ ഒരു ലീവ് അപേക്ഷ തന്നു, അത് നമ്പർ ഇട്ട് വരികയാണ്. അപ്പൊ നമ്പർ ഇട്ട് വരുമ്പോൾ എന്തായി? അത് അറൈസിംഗ് ആണ്. എവിടെ അറൈസിംഗ് എന്ന് പറയുന്നത്? അവിടെ നിന്ന് തന്നെ ഉത്ഭവിച്ചതാണ്. ആ ഓഫീസിൽ നിന്ന് തന്നെ ആണ് അതിൻ്റെ വരവ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഒരു ഫയൽ തീർപ്പാക്കുമ്പോൾ മറ്റൊരു ഫയലിനെ പരാമർശിക്കേണ്ടി വരുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമം എന്താണ്? ഒരു ഫയൽ തീർപ്പാക്കുമ്പോൾ അത് മറ്റൊരു ഫയലിനെ പരാമർശിക്കേണ്ടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതായത് അതിന് ലിങ്കിങ് ഓഫ് ഫയൽസ് എന്നാ പറയുക. ലിങ്കിങ് ഓഫ് ഫയൽസ്, ഫയലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു തീരുമാനം, അന്തിമ നടപടിക്രമം ഒരു ഫയലിൽ തീർപ്പാക്കൽ എളുപ്പമാവും. അപ്പോൾ അതിന് ഈ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മേലുള്ള ഫയലുകൾ ഒന്നിച്ചു വെച്ച് കൈകാര്യം ചെയ്യുന്നതിനായി അവയെ തമ്മിൽ ലിങ്ക് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് മറ്റൊരു ഫയൽ സഹായിക്കും. അപ്പൊ അതെന്ത് ചെയ്യണം? ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കണം, ഒന്നിച്ചു വെക്കണം. ഓക്കെ. അടുത്ത ചോദ്യം, ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ അതിന് മലയാളം കരട് എന്നൊക്കെ പറയും. കരട് ഡ്രാഫ്റ്റ് നിലവിലുള്ള ഫയലിൽ തന്നെ തയ്യാറാക്കാവുന്നത് എപ്പോഴാണ്? ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു അന്തിമ തീരുമാനത്തിന്റെ
ഒരു ചെറിയ രൂപമാണ് ഈ ഡ്രാഫ്റ്റ്. അപ്പോൾ അത് നിലവിലുള്ള ഫയലിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ വളരെ ലളിതമായ ഡ്രാഫ്റ്റ് ആണെങ്കിൽ അവിടെ തന്നെ തീരുമാനം. വലിയൊരു നീണ്ടകഥ എഴുതുന്ന പോലെയുള്ള ഡ്രാഫ്റ്റ് ആണെങ്കിൽ നടക്കില്ല. വളരെ ലളിതമായ ഒരു കരട് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ആണെങ്കിൽ, വെരി സിമ്പിൾ ഡ്രാഫ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിലവിലുള്ള ഫയലിൽ തന്നെ അത് തയ്യാറാക്കാം. അപ്പോൾ സങ്കീർണമല്ലാത്തതായിരിക്കണം. ലളിതവുമായ ആശയവിനിമയങ്ങൾക്കായി പ്രത്യേകം കരട് തയ്യാറാക്കാതെ തന്നെ ഫയലിൽ നേരിട്ട് എഴുതാവുന്നതാണ്. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അതിനായിട്ടൊരു പ്രത്യേകം പിന്നെ ഡ്രാഫ്റ്റ് തയ്യാറാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ തന്നെ അത് നേരിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. കണ്ടീഷൻ എന്താ? ഇറ്റ് മസ്റ്റ് ബി വെരി സിമ്പിൾ ഡ്രാഫ്റ്റ്. അടുത്ത ചോദ്യം, സ്വകാര്യ വ്യക്തികളിൽ നിന്നുള്ള അപേക്ഷകൾ ലഭിച്ചാൽ രസീത് നൽകി മറുപടി നൽകണമെന്ന് ഓഫീസ് മാനുവലിലെ ഏത് ഖണ്ഡികയാണ് പറയുന്നത്? മനസ്സിലായല്ലോ. ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഒരു അപേക്ഷ കിട്ടി. അപേക്ഷ കിട്ടിയാൽ അത് ആദ്യം അതിനൊരു റെസീറ്റ് കൊടുക്കണം. അതിനുശേഷമാണ് മറുപടി കൊടുക്കേണ്ടത്. അത് MOPയുടെ ഏത് ഖണ്ഡികയിലാണ് പറയുന്ന ചോദ്യം. അത് MOPയുടെ 72ാമത്തെ ഖണ്ഡികയിലാണ് പറയുന്നത്. 72ാമത്തെ പാരഗ്രാഫിലാണ് പറയുന്നത്. അപ്പം അത് ഇപ്പം ഇത്തരത്തിൽ ഒരു പരാതി കിട്ടിയാൽ പൊതുജനങ്ങളിൽ നിന്ന് കേൾക്കുന്ന പരാതികൾക്കും ലഭിക്കുന്ന പരാതികൾക്കും അപേക്ഷകൾക്കൊക്കെ അടിയന്തിരമായിട്ട് നമ്മൾ രസീത് നൽകുന്നത് വഴി അതിൻ്റെ ഒരു സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയും. ഇനി ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ആശയവിനിമയം എന്ന് പറയാം ആവശ്യമാണെങ്കിൽ പേഴ്സണൽ രജിസ്റ്ററിൽ എത്ര ഭാഗം മാറ്റിവെക്കണം? ചില കേസുകളുണ്ട്, ചില ഫയലുകൾ, കറണ്ടുകൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ആശയവിനിമയം ആവശ്യമാണ്. അതിൻ്റെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ആശയവിനിമയത്തിന് ഇംഗ്ലീഷ് പ്രൊട്രാക്റ്റഡ് കറസ്പോണ്ടൻസ് എന്നാണ്. അപ്പൊ പ്രൊട്രാക്റ്റഡ് കറസ്പോണ്ടൻസ് ആവശ്യമാണെങ്കിൽ അത് സ്വഭാവം നമുക്കറിയാലോ. ആ പേഴ്സണൽ രജിസ്റ്ററിൽ എത്ര ഭാഗം മാറ്റി വെക്കണോ അതിന് വേണ്ടിയിട്ടെന്ന ഒരു മുഴുവൻ പേജും മാറ്റി വെക്കണം എന്ന ആൻസർ. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ആശയവിനിമയം അല്ലെങ്കിൽ പ്രൊട്രാക്റ്റഡ് കറസ്പോണ്ടൻസ് ആവശ്യമുണ്ടെങ്കിൽ PR ഒരു മുഴുവൻ പേജും നീക്കി വെക്കണം. അപ്പോൾ അതിൽ തുടർച്ചയായ നടപടികൾ ആവശ്യമുള്ള കേസുകൾക്കായിട്ടാണ് പേഴ്സണൽ രജിസ്റ്ററിൽ കൂടുതൽ സ്ഥലം ആവശ്യമായി വരുന്നത്. തുടർച്ചയായിട്ടുള്ള നടപടികൾ ആവശ്യമുള്ള കേസുകൾക്ക് കൂടുതൽ സ്ഥലം വേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ PR അതിനായിട്ട് ഒരു പേജ് അങ്ങ് മാറ്റി വെച്ചാൽ കുഴപ്പമില്ല. അടുത്ത ചോദ്യം, പേഴ്സണൽ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആശയവിനിമയങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? പേഴ്സണൽ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആശയവിനിമയങ്ങൾ അത് ഏതൊക്കെ ടൈപ്പ് ആണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആൻസർ ഔദ്യോഗികവും അർദ്ധ ഔദ്യോഗികവുമായിട്ടുള്ള ആശയവിനിമയങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതായത് ഒഫീഷ്യൽ ആൻഡ് ഡെമി ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് ഷാൽ ബി രജിസ്റ്റേർഡ്. ഡെമി ഒഫീഷ്യൽ എന്ന് പറയുന്നതാണ് അർദ്ധ ഔദ്യോഗികം. അപ്പോൾ ഔദ്യോഗികവും ഒഫീഷ്യലും ഡെമി ഒഫീഷ്യലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഓഫീസിലെ എല്ലാ പ്രധാന ആശയവിനിമയങ്ങളും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നതിനായിട്ട് ഇവ രണ്ടും രേഖപ്പെടുത്തേണ്ടത്, അതായത് ഒഫീഷ്യലും ഡെമി ഒഫീഷ്യലും രേഖപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ചോദ്യം, കത്തുകളോടൊപ്പം ലഭിക്കുന്ന ചെക്കുകൾ തപാൽ ക്ലർക്ക് എവിടെയാണ് രേഖപ്പെടുത്തുന്നത്? നമുക്ക് അറിയുന്ന കാര്യമാണ്. വാല്യുബിൾസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചെക്ക്, ഡ്രാഫ്റ്റ് ഒക്കെ അത് എവിടെയാണ് രേഖപ്പെടുത്തുന്നത്? സെക്യൂരിറ്റി രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തുന്നത്. സെക്യൂരിറ്റി രജിസ്റ്റർ പണമായോ ചെക്കായോ ഒക്കെ ലഭിക്കുന്ന കാര്യങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെക്യൂരിറ്റി രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഈ ഡ്രാഫ്റ്റില് അല്ലെ കരട് എന്നാണ് മലയാളം ഡ്രാഫ്റ്റുകളിൽ പറയുന്ന തുക ഏതെങ്കിലും സംഖ്യ എഴുതേണ്ടി വന്നാൽ നമ്മൾ സംഖ്യ വാക്കിലും അക്ഷരത്തിലും എഴുതണമെന്നാണ് MOP പറയുന്നത്. അത് ഏത് ഖണ്ഡികയിലാണ് പറയുന്നത്? സംഖ്യയിൽ എഴുതിയാൽ പോരാ, വാക്കുകൾ വേർഡ്സിലും എഴുതണമെന്ന് പറയുന്ന ഈ അതായത് ഡ്രാഫ്റ്റിൽ പറയുന്ന തുക, ഏതെങ്കിലും തുക ഡ്രാഫ്റ്റിൽ പറയേണ്ടി വന്നാൽ ആ തുക വേർഡ്സിൽ കൂടി എഴുതണമെന്ന് പറയുന്ന MOPയിലെ പാരഗ്രാഫ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. പാര 75. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ഈ നമ്മൾ MOPയിൽ വേർഡ്സിൽ എഴുതുന്നത്, അതായത് വേർഡ്സിൽ എഴുതിയാൽ ഫിഗറിൽ ഒരു തെറ്റ് വരില്ല.
അത് കൃത്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ വാക്കുകളിൽ കൂടി തുകകൾ എഴുതാൻ പറയുന്നത്. അടുത്ത ചോദ്യം, നമുക്കറിയാം കുറെ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള ഡിസ്പോസൽ ഉണ്ട്. എൽ ഡിസ്പോസൽ, ഡി ഡിസ്പോസൽ, കെ ഡിസ്പോസൽ, എൻ ഡിസ്പോസൽ, അങ്ങനെ ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ചോദ്യം, ഡി ഡിസ്പോസലുകൾ എത്ര വർഷത്തിന് ശേഷം നശിപ്പിക്കണം? അപ്പോൾ ഡി ഡിസ്പോസൽ ആണെങ്കിൽ 10 വർഷത്തിന് ശേഷമേ നശിപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് പ്രധാനമായിട്ടും ഫയലുകളുടെ ഒരു പ്രാധാന്യം അനുസരിച്ചാണ് അവ സൂക്ഷിക്കേണ്ട കാലയളവ് നിശ്ചയിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഡി ഡിസ്പോസൽ എന്ന് പറയുന്നത് 10 വർഷത്തിന് ശേഷമേ നശിപ്പിക്കാൻ പാടുള്ളൂ. അടുത്ത ചോദ്യം, ഒരു വ്യക്തിഗത പേപ്പറുമായി ബന്ധപ്പെട്ട് ഇൻഡെക്സിലുള്ള എൻട്രിയെ എന്ത് വിളിക്കുന്നു? അപ്പൊ നമുക്കറിയാം, ഒരു ഇൻഡെക്സിലുള്ള എൻട്രി, ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ഫയലിനെ എളുപ്പത്തിൽ തിരഞ്ഞു കണ്ടെത്താൻ സഹായിക്കുന്ന പ്രധാന ഒരു നാമകരണമാണ് ഈ ടൈറ്റിൽ അഥവാ തലക്കെട്ട് എന്ന് പറയുന്നത്. ടൈറ്റിൽ അഥവാ തലക്കെട്ടാണ് ഇവിടുത്തെ ആൻസർ. അതായത് ഒരു വ്യക്തിഗത പേപ്പറുമായിട്ട്, പേഴ്സണൽ പേപ്പറുമായി ബന്ധപ്പെട്ട് ഇൻഡെക്സിലുള്ള എൻട്രിയെ എന്ത് വിളിക്കുന്നു? അപ്പോൾ അതിനെ നമ്മൾ ടൈറ്റിൽ അഥവാ തലക്കെട്ട് എന്നാണ് വിളിക്കുക. അപ്പൊ അങ്ങനെ വിളിക്കണമെങ്കിൽ ഒരു ഫയലിനെ എളുപ്പത്തിൽ തിരഞ്ഞു കണ്ടെത്താൻ സഹായിക്കുന്ന പ്രധാന നാമകരണമാണ് ടൈറ്റിൽ. അപ്പൊ ടൈറ്റിലോ തലക്കെട്ടോ കണ്ടിട്ട് നമുക്ക് ഫയലിനെ എളുപ്പത്തിൽ തിരഞ്ഞു കണ്ടെത്താം. അതുകൊണ്ട് നല്ല തലക്കെട്ടായിരിക്കണം, അത് പ്രധാനപ്പെട്ട സാധനമാണ്. അതുകൊണ്ട് ആൻസർ ടൈറ്റിൽ അഥവാ തലക്കെട്ടാണ്. അടുത്ത ചോദ്യം, ഫെയർ കോപ്പി വിഭാഗത്തിലേക്ക് ഫയൽ അയക്കുന്നതിന് മുമ്പ് കൂടുതൽ നടപടികൾ ഒന്നും ആവശ്യമില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഫെയർ കോപ്പി സെക്ഷൻ, നമുക്കറിയാം വലിയ ഓഫീസുകൾ ആ ഫെയർ കോപ്പി സെക്ഷൻ ഉണ്ടാവുള്ളൂ. അല്ലാത്തടത്തൊക്കെ ഒരു ടൈപ്പിസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ വലിയ ഓഫീസുകൾ, ജില്ലാ തലത്തിലുള്ള ഓഫീസുകളിലൊക്കെ തന്നെ ഫെയർ കോപ്പിക്ക് ഒരു സെക്ഷൻ തന്നെയുണ്ട്. കുറേ ടൈപ്പിസ്റ്റുമാരുണ്ട്, ഫെയർ കോപ്പി സൂപ്രണ്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ സാധാരണ ഫെയർ കോപ്പി സൂപ്രണ്ട് എല്ലായിടത്തും ഇല്ല, എല്ലായിടത്തും ടൈപ്പിസ്റ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഫെയർ കോപ്പി വിഭാഗത്തിലേക്ക് അവസാന ഡിസ്പോസലിലാണ് ഫെയർ കോപ്പിയിലേക്ക് അയക്കുന്നത്. അത് അയക്കുന്നതിന് മുമ്പ് കൂടുതൽ നടപടികൾ ഒന്നും ആവശ്യമില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അത് സൂപ്രണ്ടാണ്, ബന്ധപ്പെട്ട സെക്ഷൻ സൂപ്രണ്ടാണ് അത് ഉറപ്പുവരുത്തേണ്ടത്. അപ്പോൾ ഓഫീസിലെ ദൈനംദിന നടപടികൾ പരിശോധിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം ആർക്കാണ്? സൂപ്രണ്ടിനാണ്. അപ്പോൾ അവിടെയും ഈ ഫെയർ കോപ്പിയിലും ഉണ്ട് ഒരു സൂപ്രണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സന്ദർഭവശാൽ പറയാണ്, ഈ ടൈപ്പിസ്റ്റിന്റെ പ്രൊമോഷൻ തസ്തികയാണ് ഫെയർ കോപ്പി സൂപ്രണ്ട്. ടൈപ്പിസ്റ്റ് അത് ഒരു പാരലായിട്ടാണ് പോകുന്നത്. ഓഫീസിലെ പിന്നെ മിനിസ്റ്റീരിയലും വരും തമ്മിൽ പാരലായിട്ടാണ് പോകുന്നത്. അവിടെ ഇപ്പുറത്ത് നമുക്ക് ജൂനിയർ സൂപ്രണ്ട്, സീനിയർ സൂപ്രണ്ട് ആകും പോലെ തന്നെ അവിടെയും ഒരു സൂപ്രണ്ട് ആകും. അത് ഫെയർ കോപ്പി സൂപ്രണ്ടാണ്. അത് ടൈപ്പിസ്റ്റിന്റെ പ്രൊമോഷൻ പോസ്റ്റ് ആണ്. അടുത്ത ചോദ്യം, ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട പേഴ്സണൽ പേപ്പറുകൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻഡെക്സ് ചെയ്യണം? അത് അവരുടെ പേരിന്റെ അടിസ്ഥാനത്തിലാണ്. ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട പേഴ്സണൽ പേപ്പറുകളാണെങ്കിൽ അവരുടെ പേരാണ് ഇൻഡെക്സിൽ കൊടുക്കുക. ഇപ്പോൾ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച വിവരങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി അവരുടെ പേര് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നത്. എന്താ പറയണ്ട, ഇൻഡെക്സിന് മലയാളം സൂചിപ്പിക്കുന്നത്, സൂചിക നടത്തുന്നത്. അടുത്ത ചോദ്യം, എല്ലാ വർഷവും ഒരു പുതിയ പേഴ്സണൽ രജിസ്റ്റർ തുറക്കുന്നു. എപ്പോഴാ? എല്ലാ വർഷവും. എപ്പോ? ഒരു കലണ്ടർ വർഷത്തിൽ. കലണ്ടർ വർഷം തുടങ്ങുമ്പോൾ ഒരു പുതിയ PR എടുക്കും, ജനുവരിയിൽ. കലണ്ടർ വർഷം ജനുവരിയിലാണല്ലോ ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യം, പേഴ്സണൽ രജിസ്റ്റർ സൂക്ഷിക്കുന്ന സെക്ഷൻ ക്ലർക്കിന്റെയും ഡാഷിന്റെയും പേരുകൾ ഓരോ വോള്യത്തിലും ഫ്ലൈ ലീഫിൽ എഴുതിയിരിക്കണം. അപ്പോ ആരുടെയൊക്കെയാ? ഒരു പേഴ്സണൽ രജിസ്റ്ററിൽ അവിടെ അതിന്റെ ഫ്ലൈ ലീഫിൽ, അതായത് ഫ്രണ്ട് പേജിൽ തന്നെ എന്തൊക്കെ എഴുതണം? ആ സെക്ഷൻ ക്ലർക്കിന്റെ പേരുണ്ടാവണം, ആ സെക്ഷൻ സൂപ്രണ്ടിന്റെ പേരും ഉണ്ടായിരിക്കണം. അപ്പോ അത് എന്തിനു വേണ്ടിയിട്ടാ? ഒരു സെക്ഷനിൽ ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ക്ലർക്കിന്റെയും ആ സെക്ഷന്റെ ചുമതലയുള്ള സൂപ്രണ്ടിന്റെയും ഉത്തരവാദിത്വം ഉറപ്പുവരുത്തുന്നതിനാണ് ശരിക്കും അവരുടെ പേരുകൾ രജിസ്റ്ററിന്റെ തുടക്കത്തിൽ ആദ്യത്തെ പേജിൽ തന്നെ, അതിനാണ് നമ്മൾ ഫ്ലൈ ലീഫ് എന്ന് പറയും, രേഖപ്പെടുത്തുന്നത്. അടുത്ത ചോദ്യം, ഒരു കറന്റ് ഫയൽ ക്ലോസ് ചെയ്യുമ്പോൾ ഡിസ്പോസലിന്റെ സ്വഭാവം ഡി ഡിസ് തുടങ്ങിയവ തീയതി സഹിതം പേഴ്സണൽ രജിസ്റ്ററിൽ ചുവന്ന മഷിയിൽ രേഖപ്പെടുത്തുന്നു. അത് ഏത് കോളത്തിലാണെന്ന ചോദ്യം. അതായത് ഡിസ്പോസലിന്റെ സ്വഭാവം
എൻ ഡിസ് ആണോ, ഡി ഡിസ് ആണോ, കെ ഡിസ് ആണോ, എൽ ഡിസ് ആണോ, ആർ ഡിസ് ആണോ, ഇങ്ങനെ ഏത് ഡിസ്പോസലാണ്, അക്ഷരങ്ങൾ കൂട്ടിയിട്ടുള്ള ഡിസ്പോസലാണ് അത്. രജിസ്റ്ററിന്റെ കോളത്തിൽ ചുവപ്പ് മഷിയിലാണ് രേഖപ്പെടുത്തുക, പി ആറിൽ. അത് ഏത് കോളത്തിലാണെന്ന് ചോദിച്ചത്, ലാസ്റ്റ് കോളത്തിലാട്ടോ, അവസാന കോളത്തിലാണ് ഈ ഡിസ്പോസലിന്റെ സ്വഭാവം. അത് 3 വർഷം കഴിഞ്ഞ് നശിപ്പിക്കാവോ, 1 വർഷം കഴിഞ്ഞ് നശിപ്പിക്കാവോ, 5 വർഷം കഴിഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടാണോ, 20 വർഷം കഴിഞ്ഞിട്ടാണോ, ലൈഫ് ലോങ് ആണോ, ഇങ്ങനെയൊക്കെ പറയുന്നതാ ശരിക്കും ഈ ഡിസ്പോസൽ. അത് നശിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, അത് ഒരു ഡിസ്പോസലിന്റെ സ്വഭാവമാണത്. അത് ലാസ്റ്റ് കോളത്തിലെ ചുവന്ന മഷിയിലാണ് അത് എഴുതുക, ഡിസ്പോസലിന്റെ സ്വഭാവം. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഡിസ്പോസൽ ഉണ്ടെന്ന് നിങ്ങൾ ഇതിനകം കേട്ടിട്ടുണ്ടാവും. കെ ഉണ്ട്, എൽ ഉണ്ട്, എൻ ഉണ്ട്, ഡി ഉണ്ട്, ആർ ഉണ്ട്, അല്ലേ? ഓക്കെ, അടുത്തത് ഫോം നമ്പർ 3 അപ്പൻഡിക്സിലെ പേഴ്സണൽ രജിസ്റ്ററിൽ ഓരോ പേജിലും എത്ര കോളങ്ങളുണ്ട്? പേഴ്സണൽ രജിസ്റ്ററിൽ ഫോം നമ്പർ 3 പ്രകാരം, അപ്പൻഡിക്സ് ഫോം നമ്പർ 3 പ്രകാരം പി ആറിൽ ഓരോ പേജിലും എത്ര കോളം ഉണ്ടാവും? പി ആറിൽ 10 കോളം ഉണ്ടാവും. പി ആറിൽ 10 കോളങ്ങൾ ഉണ്ടാവും. ഓർമ്മിച്ച് വെക്കണേ, ഇതെല്ലാം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻ മുഴുവൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പിന്നീട് ഒരു സെലക്ഷന് സാധ്യതയില്ല. അപ്പോൾ പി ആറിൽ 10 കോളങ്ങളാണ്. അടുത്ത ചോദ്യം, ഓരോ വോള്യത്തിന്റെയും ഫ്ലൈ വീഫിൽ ആരുടെയൊക്കെ പേരാണ് എഴുതേണ്ടത്? പറഞ്ഞതാണിപ്പോൾ, സെക്ഷൻ സൂപ്രണ്ടിന്റെയും സെക്ഷൻ ക്ലർക്കിന്റെയും. അടുത്ത ചോദ്യം, ഓരോ ക്ലർക്കും പേഴ്സണൽ രജിസ്റ്റർ എത്ര കാലത്തേക്കാണ് സൂക്ഷിക്കേണ്ടത്? ഒരു കലണ്ടർ വർഷത്തേക്ക്. പറഞ്ഞതാണ്. സെക്ഷനിൽ ലഭിക്കുന്ന കത്തുകൾ അഥവാ കറണ്ടുകൾ പേഴ്സണൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നത് ആരാണ്? ആരാ പേഴ്സണൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നത് ആരാ? അതിനാണ് നമ്മൾ സബ്ജക്റ്റ് ക്ലർക്ക് എന്ന് പറയുന്നത്. അവിടെ സബ്ജക്റ്റ് ക്ലർക്ക് എന്ന് പറയാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ, വെറും ക്ലർക്കല്ല, ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങൾ ഓരോ സെക്ഷനിൽ ക്ലർക്കിനാ കൊടുക്കുക. മനസ്സിലായില്ലേ? ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോ ക്ലർക്കിനാ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്, ഈ സബ്ജക്റ്റ് ക്ലർക്ക് എന്ന് പറയുന്നത്. അപ്പൊ സബ്ജക്റ്റ് ക്ലർക്കാണ് പി ആറിൽ രേഖപ്പെടുത്തുന്നത്. അടുത്ത ചോദ്യം, ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ വഴി കത്തുകൾ ലഭിക്കുമ്പോൾ സെക്ഷൻ ക്ലർക്ക് അത് ഏത് രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തേണ്ടത്? അപ്പൊ നമുക്കറിയാം, ഈ ഫയല് തപാല് അവിടെ തപാൽ സെക്ഷനിൽ വന്നു, തപാൽ ക്ലർക്ക് അതിൽ സീല് വെച്ചു, അതിൽ നമ്പർ ഇട്ടു, സ്റ്റാമ്പൊക്കെ ഡീഫേസ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്തു. അതിനുശേഷം അയാള് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിലേക്ക് ഇത് എൻറ്റർ ചെയ്തു. ആ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ സഹിതം പി ആർ രജിസ്റ്റർ ചെയ്ത ഈ നമ്പറും ഇതൊക്കെ എഴുതി ബന്ധപ്പെട്ട സെക്ഷൻ സൂപ്രണ്ടിന്റെ അടുത്തേക്കാണ് വരുന്നത്. ആ സെക്ഷൻ സൂപ്രണ്ടാണ് ആർക്ക് കൊടുക്കുന്നത്? സെക്ഷൻ ക്ലർക്ക് കൊടുക്കുന്നത്. ആ സെക്ഷൻ ക്ലർക്ക് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ വഴിയാണ് ഈ കത്തുകൾ വരുന്ന കത്തുകൾ അത് ലഭിക്കുമ്പോൾ സെക്ഷൻ ക്ലർക്ക് ഏത് രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തേണ്ടത്? ഞാൻ ചോദ്യം എന്ന് പറഞ്ഞതേ ഉള്ളൂ, സിമ്പിൾ ഉത്തരല്ലേ. അത് പേഴ്സണൽ രജിസ്റ്ററിലാണ്. അടുത്ത ചോദ്യം, സെക്ഷനിൽ ലഭിക്കുന്ന എല്ലാ കറണ്ടുകളും ലഭിച്ച ദിവസം തന്നെ പേഴ്സണൽ രജിസ്റ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉറപ്പുവരുത്തേണ്ട ഉദ്യോഗസ്ഥൻ ആരാണ്? ഒരു സെക്ഷനിൽ ലഭിക്കുന്ന എല്ലാ കറണ്ടും ലഭിച്ച ദിവസം തന്നെ പി ആറിൽ രേഖപ്പെടുത്തണം സെക്ഷൻ ക്ലർക്ക്. അത് നിർബന്ധമാണ്. MOP പറയുന്ന കാര്യമാണ്. അത് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അത് സെക്ഷൻ സൂപ്രണ്ടാണ്. സെക്ഷൻ സൂപ്രണ്ടാണ്. അടുത്ത ചോദ്യം, ഒരു പേപ്പറിന് കറന്റ് നമ്പർ നൽകുകയും പേഴ്സണൽ രജിസ്റ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്ത ശേഷം ആ പേപ്പറിനെ റിപ്പോർട്ട് ചെയ്തതായി പറയുന്നതിനെ എന്താണ് വിളിക്കുന്നത്? ഓക്കെ, ഒരു പേപ്പറിന് നമ്മൾ കറണ്ട് നമ്പർ കൊടുത്തു, അതിനുശേഷം പേഴ്സണൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി. അതെല്ലാം കഴിഞ്ഞ് ആ പേപ്പറിന് എന്ത് നടന്നതായിട്ട് പറയാം? നമുക്ക് രജിസ്റ്ററിങ് നടന്നതായിട്ട് പറയാം. രജിസ്റ്ററിങ് എന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ 2 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന്, തപാൽ ക്ലർക്ക് അതിൽ സീല് വെച്ച് നമ്പർ ഇട്ടുണ്ടായിരിക്കണം. 2, സബ്ജക്റ്റ് ക്ലർക്ക് ആ ഫയല് അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്ത് പറയാം? ഇതിനെ രജിസ്റ്ററിങ് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം.
അപ്പോൾ എന്താണ് അത് പറയുമ്പോൾ എന്താ രജിസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു പിന്നെ അത് MOPയിൽ ശരിക്കും ഒരു പുതിയ പേപ്പർ ലഭിക്കുമ്പോൾ അതിന് ഒരു കറണ്ട് നമ്പർ നൽകി PR എൻട്രി ചെയ്യുന്ന പ്രക്രിയയാണ് രജിസ്റ്ററിംഗ് ശരിക്കും. അടുത്ത ചോദ്യം, ഓഫീസിലെ തപാൽ ക്ലർക്ക് തപാലുകൾ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിനൊപ്പം ഓരോ സെക്ഷനിലെയും സൂപ്രണ്ടിന് അയക്കുന്നു. അങ്ങനെ ലഭിക്കുന്ന പേപ്പറുകൾ സെക്ഷൻ ക്ലർക്കുമാർ ഏത് രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തുന്നത്? പേഴ്സണൽ രജിസ്റ്ററിലാണ്. അത് പറയേണ്ട കാര്യമില്ല. ഓഫീസിലെ തപാൽ ക്ലർക്ക് തപാലുകളെല്ലാം പൊട്ടിച്ച് അദ്ദേഹം സീല് വെച്ചു, അതിൽ നമ്പർ ഇട്ടു, അത് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ചേർത്തു. അതിനുശേഷം ഫയലും ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററും കൂടി എങ്ങോട്ട് കൊടുക്കും? സെക്ഷൻ സൂപ്രണ്ടിന്റെ അടുത്തേക്ക് കൊടുക്കും. സെക്ഷൻ സൂപ്രണ്ടാണ് അത് ക്ലർക്കിന് കൊടുക്കുക. അതിനുശേഷം ബന്ധപ്പെട്ട ക്ലർക്ക് അദ്ദേഹത്തിന്റെ പേഴ്സണൽ രജിസ്റ്ററിൽ അത് ചേർക്കും. അടുത്ത ചോദ്യം, ഒരു പേപ്പറിന് കറണ്ട് നമ്പറും പേഴ്സണൽ രജിസ്റ്ററിൽ അതിന്റെ സംഗ്രഹവും അബ്സ്ട്രാക്റ്റും നൽകിക്കഴിഞ്ഞാൽ ആ പേപ്പറിനെ എന്താണ് വിളിക്കുന്നത്? ഇപ്പൊ നമ്മൾ ആൻസർ പറഞ്ഞു, അതിനാണ് നമ്മൾ രജിസ്റ്റേർഡ് എന്ന് പറയുന്നത്. ആ പേപ്പർ രജിസ്റ്റേർഡ് ആയി. അടുത്ത ചോദ്യം, തപാലിൽ ലഭിക്കുന്ന മറ്റേതൊരു കടലാസിനെയും പോലെ തന്നെ ഈ തരം റഫറൻസും രജിസ്റ്റർ ചെയ്യും. അത് അറൈസിംഗ് റഫറൻസ് അതും നമ്മൾ രജിസ്റ്റർ ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു അറൈസിംഗ് കറണ്ട് ഉണ്ടെങ്കിൽ PR-ന്റെ 4-ാം കോളത്തിൽ ഏത് വാക്കാണ് രേഖപ്പെടുത്തേണ്ടത്? അറൈസിംഗ് 4-ാം കോളത്തിലെ അറൈസിംഗ് എന്ന വാക്കാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പൊ അതിലിപ്പോ പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഒരു അറൈസിംഗിൽ വരുന്നത് ശരിക്കും ഫയൽ കൈകാര്യം ചെയ്യുന്ന രീതിയിലോ മറ്റോ ഓഫീസിന്റെ പ്രവർത്തനങ്ങളിലോ സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങളായി അറൈസിംഗ് കറണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ഓഫീസിൽ ഒരു പുതിയ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ആദ്യത്തെ കത്തോ നിവേദനമോ അല്ലെങ്കിൽ വിവരവുമാണ് ശരിക്കും അറൈസിംഗ് കറണ്ട്. ഇതിനെ ലളിതമായി പുതിയൊരു വിഷയത്തിന്റെ തുടക്കം എന്നൊക്കെ പറയാം. ഇപ്പൊ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ തന്നെയാണ് കേട്ടോ. ആ ഒരു ഉദ്യോഗസ്ഥൻ ലീവിനായിട്ട് അപേക്ഷ നൽകുന്നു. ആ അപേക്ഷയുടെ കത്താണ് ആ വിഷയത്തിലെ അറൈസിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ആ കത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അതിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ഒരു ഫയല് രൂപീകരിക്കുകയാണ്. അപ്പോൾ അതിൽ പിന്നെ വരുന്നത് അറൈസിംഗ് റഫറൻസാണ്. അത് ഒരു പിന്നെ ഫയലിലെ ഈ പറഞ്ഞ ഫയലിലെ ബന്ധപ്പെട്ട വിഷയവുമായിട്ട് നേരത്തെ നടന്ന കാര്യങ്ങളോ നിലവിലുള്ള നിയമങ്ങളോ ഉത്തരവുകളോ ഒക്കെ പരിശോധിക്കുമ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന രേഖകളെയാണ് നമ്മൾ അറൈസിംഗ് റഫറൻസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ഉദാഹരണം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ഒരു ഓഫീസിൽ ഒരു പുതിയ കമ്പ്യൂട്ടർ വാങ്ങാൻ അനുമതി ചോദിച്ചുകൊണ്ട് സെക്ഷനിൽ നിന്ന് ഒരു അപേക്ഷ വരും. അപ്പോൾ അറൈസിംഗ് ആണ്. ആ ഓഫീസിൽ തന്നെ ഉത്ഭവിച്ച ഒരു അപേക്ഷയാണ്. അപ്പോൾ ഒരു ഓഫീസിൽ ഒരു പുതിയ കമ്പ്യൂട്ടർ വാങ്ങാൻ അനുമതി ചോദിച്ചുകൊണ്ട് ഒരു സെക്ഷനിൽ നിന്ന് അപേക്ഷ വെക്കുകയാണ്. അപ്പോൾ ആ അപേക്ഷാ കത്താണ് എന്ത് അറൈസിംഗ് കറണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഒരു ഫയൽ ഓപ്പൺ ആയി. ആ അറൈസിംഗ് കറണ്ടിൽ എന്താവും? അതിൽ പിന്നെ തപാൽ ക്ലർക്ക് അപേക്ഷ കൊടുത്തു, നമ്പർ ഇട്ട് ഏതിലേക്കാണോ പോകേണ്ടത്, ഏത് സെക്ഷനിലേക്കാണോ അങ്ങോട്ട് പോകും. അപ്പോൾ ഇതിലുള്ള അറൈസിംഗ് റഫറൻസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വാങ്ങാനുള്ള സർക്കാർ ഉത്തരവ്, കഴിഞ്ഞ വർഷം വാങ്ങിയ കമ്പ്യൂട്ടറുടെ വിവരങ്ങൾ, അല്ലെങ്കിൽ സ്റ്റോർ പർച്ചേസ് മാനുവൽ, ഈ രേഖകൾ എന്നിവ പരിശോധിച്ച ശേഷമേ കമ്പ്യൂട്ടർ വാങ്ങാൻ അനുമതി നൽകൂ. അതാണ് എന്ത് നമുക്ക് പറയാനുള്ളത്? അറൈസിംഗ് റഫറൻസ് എന്ന് പറയുന്നത്. ഈ കത്തിന്റെ മേലെയുള്ള റഫറൻസുകൾ അത്രയും നോക്കിയിട്ടാണ് നമ്മൾ സാങ്ഷൻ കൊടുക്കുക. ഇപ്പോൾ അറൈസിംഗ് കറണ്ട് എന്ന് പറയുന്നത് ആ ഫയലിൽ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. അറൈസിംഗ് റഫറൻസ് എന്ന് പറയുന്നത് ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന മുൻകാല അറിവുകളോ അല്ല രേഖകളോ അത്തരത്തിലുള്ളതിനാണ് അറൈസിംഗ് റഫറൻസ് എന്ന് പറയുന്നത്.
ഈ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും സാധാരണഗതിയിൽ അറൈസിങ് എന്ന വാക്ക്, ഒറ്റ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ ആ ഓഫീസിൽ തന്നെ, കൺസേൺഡ് ഓഫീസ് ഏതാണോ ആ ഓഫീസിൽ തന്നെ ഉത്ഭവിക്കുന്ന, അവിടുന്ന് തന്നെ ഉണ്ടാവുന്ന ഒരു ഫയലിനാണ് സാധാരണഗതിയിൽ നമ്മൾ അറൈസിങ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഓക്കെ, ഇത് വല്ലാതെ സമയം നീണ്ടുപോകാൻ ഓരോ വീഡിയോയ്ക്കും പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്, ഏകദേശം 10-40 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ 10-40 ഇങ്ങനെ വോയിസിൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ, നിങ്ങൾ ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉത്തരം പറഞ്ഞു നോക്കാം. ഞാൻ ഉത്തരം പറയാൻ, ആൻസർ പറയാൻ വേണ്ടി കാത്തിരിക്കേണ്ടത്, കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും ഒരു 2 തവണ കേട്ട് കഴിയുമ്പോൾ. അങ്ങനെയാണ് ക്ലാസ്. മറ്റെന്താ അറിയോ, ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, 4 ഓപ്ഷൻ നിങ്ങളോട് പറഞ്ഞു, എന്നിട്ട് അതിൻ്റെ ആൻസറൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ചോദ്യത്തിന് 3 മിനിറ്റ് ഒക്കെ എടുക്കും. മാത്രമല്ല അവിടെ ഒരു എന്താ പറയണ്ടേ, ഒരു വിവരണം അത്യാവശ്യമാണ്. പല ചോദ്യങ്ങൾക്കും നമ്മളിപ്പോൾ ചോദ്യം വായിച്ചു ഉത്തരം പറഞ്ഞു, ചോദ്യം വായിച്ചു ഉത്തരം പറഞ്ഞു, അതിപ്പോൾ അതൊരു രീതിയല്ല. അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, MOP ആയാലും ശരി, അക്കൗണ്ടൻസിലെ ഏത് പേപ്പർ ആയാലും ശരി, കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് പരീക്ഷ എഴുതേണ്ടത്. അതുകൊണ്ടാണ് നമ്മളൊരു എൻ്റെ എല്ലാ ചോദ്യങ്ങളിലും തന്നെ കഴിവതും, ഇനി ഫർദർ ഇനി ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ പേപ്പറിലും ഇടുന്നത്. അപ്പോൾ അതിലെല്ലാം തന്നെ ചോദ്യങ്ങൾ ഒരു വിവരിച്ച് ആൻസർ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിവതും അങ്ങനെ ഉണ്ടാവും. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി, ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിൻ്റെ 6 പേപ്പറുകൾ ഓൾറെഡി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. അതിലിനി ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാത്രമാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ പേപ്പറുകൾ ഇതൊക്കെയാണ്: MOP, KSR, കേരള ട്രഷറി കോഡ്, കേരള ഫിനാൻഷ്യൽ കോഡ് ആൻഡ് ബഡ്ജറ്റ് മാനുവൽ, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്, കേരള അക്കൗണ്ട് കോഡ് വോളിയം 1, കേരള എഡ്യൂക്കേഷണൽ ആക്ട് ആൻഡ് റൂൾസ്. ശരിക്കും 6 പേപ്പറുകളുടെ ക്ലാസ്സുകൾ എൻ്റെ ക്ലാസ്സുകളായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം പ്ലേലിസ്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നിർബന്ധമായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതുന്നവർ ഈ ക്ലാസ്സുകൾ കേട്ട് നോക്കണം. ഏത് ക്ലാസ്സും കേൾക്കാം, യൂട്യൂബിലുള്ള ഏത് ക്ലാസ്സും നിങ്ങൾക്ക് കേൾക്കാം. അത് കേട്ടിട്ട് സ്വീകാര്യമായവ നിങ്ങൾ തിരഞ്ഞെടുക്കണം, നന്നായി പരീക്ഷ എഴുതണം. ഓക്കെ, എന്നാലും എൻ്റെ ക്ലാസ്സുകളൊക്കെ ഒന്ന് കേട്ട് നോക്കണം. ഞാനിത് മിക്കവാറും എണ്ണത്തിനും ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇനി കുറേ ചെയ്യാനുണ്ട്. അതാണ് അടുത്ത ഘട്ടം ചെയ്യുന്നത്. എന്തായാലും ഈ വരാനിരിക്കുന്ന എക്സാമിന് മുമ്പ് എല്ലാ പേപ്പറുകളുടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ എക്സാം എഴുതാൻ വേണ്ടി അത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.